നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസത്തിൽ കാണുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രഗ്നൻറ്റ് ലേഡീസിൽ വളരെ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിംറ്റമാണിത്. യൂഷ്വലി നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കോമൺ ആണിത്. 25% പ്രഗ്നൻറ്റ് ലേഡീസിൽ ഇത് കാണാറുണ്ട്. യൂഷ്വലി ഇത് വളരെ നേരിയ തോതിലുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. എന്നാൽ 10% ആളുകളിൽ ബ്ലീഡിങ് വളരെ ഹെവി ആവാം. അതിനോടുകൂടെ അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ വേദനയും ഉണ്ടാവാം. എന്തൊക്കെയാണ് ഈ ഏർലി പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് ഉണ്ടായാൽ അതിൻ്റെ കോസസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. അതായത് നമുക്കറിയാം, ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഈ ട്യൂബ് വഴി യൂട്രസിലേക്ക് കയറിയിട്ട് സാധാരണ ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂട്രസിൻ്റെ ക്യാവിറ്റിയിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് യൂഷ്വലി ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ആവരണത്തിൽ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയാണ് അത് ഇംപ്ലാന്റഡ് ആവുന്നത്. അവിടെ നിന്നാണ് ബ്ലഡ് സപ്ലൈ ഒക്കെ എടുക്കാനായിട്ടാണ് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത്. ഈ സമയത്ത് ചെറിയ ബ്ലീഡിങ് യൂഷ്വലി ഉണ്ടാവാം. എന്നാൽ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് യൂഷ്വലി കാണുന്നത് എന്നാണോ ഈ ലേഡി അവളുടെ പീരിയഡ്സ് പ്രതീക്ഷിക്കുന്നത് ആ സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപോ ആയിരിക്കും സാധാരണ. എന്നാൽ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് യൂഷ്വലി വളരെ മൈൽഡായിട്ടായിരിക്കും. 1-2 ദിവസമൊക്കെ മാത്രമേ ഇത് കാണുകയുള്ളൂ. ഇത് സാധാരണ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യൂഷ്വലി അത് യാതൊരു പ്രോബ്ലവും പ്രഗ്നൻസിക്ക് ഉണ്ടാക്കുകയുമില്ല. എന്നാൽ അടുത്തത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഈ ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ്ങിൻ്റെ ഒരു കോസ് സബ് കോറിയോണിക് ഹെമറേജ്. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. യൂഷ്വലി കുഞ്ഞ് കിടക്കുന്ന ആ ജസ്റ്റേഷണൽ സൈക്കിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് കോറിയോണിക് മെംബ്രെയിൻ. ഈ മെംബ്രെയിനും യൂട്രസിൻ്റെ വോളിനും ഇടയ്ക്ക് ബ്ലഡ് പൂള് ചെയ്യുന്നതാണ് ഈ സബ് കോറിയോണിക് ഹെമറേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബ്ലീഡിങ്ങും യൂഷ്വലി മൈൽഡായിരിക്കാം. യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയും. നമ്മൾ യൂഷ്വലി അത് തനിയെ റിസോൾവ് ചെയ്ത് പൊക്കോളും. പ്രഗ്നൻസിക്ക് യൂഷ്വലി പ്രോബ്ലം ഉണ്ടാക്കാറില്ല. എന്നാൽ ഈ ബ്ലീഡിങ് വളരെ കൂടുതലായിട്ടുള്ളൊരു അളവിലുണ്ടെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് പെയിനൊക്കെ ഉണ്ടെങ്കിലും ഇത് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകാം. ചിലപ്പോൾ ഇത് അബോർഷനായി മിസ്കാരിയേജായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് ഡെലിവറി നേരത്തെ ആകാൻ, പ്രീടേം പെയിന്, വെള്ളം നേരത്തെ പോവുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാനും ചിലർക്ക് അബ്രപ്ഷൻ ഉണ്ടാകാനും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഈ സബ് കോറിയോണിക് ഹെമറേജ് ഉള്ളവരിൽ ചിലരിലെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ സബ് കോറിയോണിക് ഹെമറേജ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴും സാധാരണ നമ്മൾ കാണുന്നത് ഈ പ്രഗ്നൻസി നമ്മൾ ബ്ലീഡിങ് ഉള്ളപ്പോൾ എപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറയും. എന്നാൽ ബ്ലീഡിങ്ങിൻ്റെ കൂടെ ഈ പ്രൊജസ്റ്റജൻസ് സാധാരണ നമ്മൾ ഈ ബ്ലീഡിങ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റൊക്കെ കണ്ടു കഴിയുമ്പോൾ പ്രൊജസ്റ്റജൻസ് നമ്മൾ സാധാരണ കൊടുക്കും. ഇങ്ങനത്തെ സപ്പോർട്ടും ഈ ബെഡ് റെസ്റ്റിനും ഒക്കെ എപ്പോഴും ഒരു കോൺട്രവേഴ്സിയലാണ്. ഇത് ഉപയോഗപ്രദമാകുമോ, ഇത് ഫലപ്രദമല്ല എന്ന് ചിലർ പറയും. എങ്കിലും സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് മിസ്കാരിയേജ് ഉള്ളവരിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ റെസ്റ്റും ഈ പ്രൊജസ്റ്റജൻസും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഈ ബ്ലീഡിങ് കുറഞ്ഞോ എന്നൊക്കെയുള്ള ഫോളോ അപ്പ് വീണ്ടും അൾട്രാസൗണ്ട് വഴി ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഒരു കോസ് മിസ്കാരേജാണ്. അപ്പോൾ യൂഷ്വലി അബോർഷൻ ആകുമ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുതലായിരിക്കും യൂഷ്വലി. അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് യൂഷ്വലി ചിലർക്ക് വേദനയും ഉണ്ടാകും. അപ്പോൾ ഈ മിസ്കാരേജ് ആണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി അറിയാൻ പറ്റും. ചിലപ്പോൾ ആദ്യം ഒരു ഭ്രൂണസഞ്ചി മാത്രം കണ്ടേ ഉള്ളെങ്കിൽ നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് വളർച്ചയുണ്ടോ എന്ന് വീണ്ടും കൺഫേം ചെയ്യും. അപ്പോഴാണ് നമുക്ക് മിസ്കാരേജ് ആയോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് ബീറ്റ-HCG എന്നുള്ള ഹോർമോണിൻ്റെ ഫോളോ അപ്പും വേണ്ടി വരും. പിന്നീടുള്ള കോസസ് മോളാർ പ്രഗ്നൻസി. മോളാർ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 1000-ൽ ഒരാൾക്കൊക്കെ കാണുന്ന മുന്തിരിക്കൊല ഗർഭം. യൂഷ്വലി ഇതിൻ്റെ പ്രോബ്ലം ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ തന്നെയാണ്. ബേബിയുടെ ഡെവലപ്മെൻറ്റും പ്ലാസൻ്റയുടെ ഡെവലപ്മെൻറ്റും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മോളാർ പ്രഗ്നൻസി നമ്മൾ സാധാരണ അൾട്രാസൗണ്ട് വെച്ചാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുക. മോളാർ പ്രഗ്നൻസി നമ്മൾ സാധാരണ അത് ഇവാക്യുവേറ്റ് ചെയ്ത് നമ്മൾ ബയോപ്സിക്ക് അയക്കേണ്ടി വരും. പിന്നെ ബീറ്റ-HCGയുടെ ഫോളോ അപ്പും വേണ്ടി വരും. പിന്നെ ഉള്ളത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി 1% പ്രഗ്നൻസിയിൽ കാണുന്ന ട്യൂബൽ പ്രഗ്നൻസി ആണ്. നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂഷ്വലി ഈ എക്ടോപിക് പ്രഗ്നൻസി മൂലമുള്ള മെറ്റേണൽ അമ്മമാരുടെ മരണനിരക്ക് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 6%-ഓളം ഈ മരണനിരക്കിൻ്റെ കാരണം ഈ ട്യൂബൽ പ്രഗ്നൻസി ഉള്ളിൽ വെച്ച് തന്നെ റപ്ചറായി ബ്ലീഡ് ചെയ്തിട്ടുള്ള കോസാണ് യൂഷ്വലി ഈ 6% മരണനിരക്ക് കാണാറുള്ളത്.
അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസിയും നമുക്ക് അൾട്രാസൗണ്ട് വഴിയും ബീറ്റ HCGയുടെ ഫോളോ അപ്പ് വഴിയുമാണ് അതിന് നമുക്ക് വീണ്ടും വീണ്ടും ചിലപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഫ്രീക്വൻ്റായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ ഈ എക്ടോപിക് പ്രഗ്നൻസി ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏർലി ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ മെത്തോട്രക്സേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ ഈ യൂഷ്വലി ഈ ട്യൂബ് നമുക്ക് സേവ് ചെയ്യാനും സർജറി അവോയ്ഡ് ചെയ്യാനും പറ്റും. ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ്ങിൻ്റെ മറ്റൊരു കോസ് ഗർഭാശയ മുഖത്തിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആണ്. നമുക്കറിയാം പ്രഗ്നൻസിയിൽ വളരെ ബ്ലഡ് ഫ്ലോ കൂടുതലുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം ഗർഭാശയ മുഖത്ത് പ്രത്യേകിച്ച് ഇൻ്റർകോഴ്സിനൊക്കെ ശേഷം ഒരു കോണ്ടാക്റ്റ് ഈ ഗർഭാശയ മുഖവുമായിട്ട് ഉണ്ടായാൽ ബ്ലീഡിങ് ഉണ്ടാവാം. അതുപോലെ ചില ചെറിയ ദശ പോലെ പോളിപ്പെന്ന് പറയും നമ്മൾ, സർവൈക്കൽ പോളിപ്പും ഈ ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ് ഉണ്ടാക്കാം. പിന്നെ ചില ഇൻഫെക്ഷൻസ് അതും ഈ ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ്ങിൻ്റെ ഒരു കാരണമാണ്. പലർക്കും പേടി ഈ ബ്ലീഡിങ് ഉണ്ടായതിനാൽ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നവർ ഉണ്ട്. യൂഷ്വലി പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ബ്ലീഡിങ് കാരണം കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും യാതൊരു വൈകല്യങ്ങളോ ഒന്നും ഈ കുഞ്ഞിന് അതുമൂലം ഉണ്ടാകത്തില്ല. പിന്നെ ചിലരുടെ പേടി നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ, എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. യൂഷ്വലി പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പെൽവിസിലിരിക്കുന്ന യൂട്രസിൽ നല്ല പ്രഗ്നൻസി ഒരിക്കലും നമ്മൾ നടന്നതുകൊണ്ടോ യാത്ര ചെയ്തതുകൊണ്ടോ അങ്ങനെയൊന്നും ഒരിക്കലും മിസ്കാരേജായി പോവില്ല. യൂഷ്വലി എന്തെങ്കിലും പ്രോബ്ലമുള്ള പ്രഗ്നൻസിയാണ് ഈ മിസ്കാരേജായി പോകുന്നത്. അതുപോലെ ബ്ലീഡിങ് ഏർലി പ്രഗ്നൻസിയിൽ കണ്ടാലും യൂഷ്വലി അത് പ്രോബ്ലം ഉണ്ടാക്കാറില്ല. യൂഷ്വലി അത് നല്ലൊരു പ്രഗ്നൻസി ഔട്ട്കമാണ് കൂടുതലും ഈ ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ് ഉള്ളവരിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ കോസസ് ഒക്കെയാണ് സാധാരണ ഏർലി പ്രഗ്നൻസി ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ കാണാറുള്ളത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കണ്ടു കഴിഞ്ഞ് അതായത് 6 ആഴ്ച കഴിഞ്ഞ് ഈ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നവരിൽ ഒരു 78% ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യും. 8 ആഴ്ച കഴിഞ്ഞ് 8 ആഴ്ച വലിപ്പമുള്ള കുഞ്ഞിൻ്റെ സമയത്ത് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ബ്ലീഡിങ് കണ്ടാൽ യൂഷ്വലി 98% ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഏർലി പ്രഗ്നൻസിയിൽ നമ്മൾ ബ്ലീഡിങ് കണ്ടാൽ അതിനെക്കുറിച്ച് അത്ര ഭയക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. അൾട്രാസൗണ്ടും ബീറ്റ HCG ആവശ്യമെങ്കിൽ അതിൻ്റെ ബീറ്റ HCGയും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ബെഡ് റെസ്റ്റ് ബ്ലീഡിംഗ് ഉള്ള സമയത്ത് നമ്മൾ നല്ലതായിട്ട് റെസ്റ്റ് പറയും. അല്ലാതെ അനങ്ങാതെ ബെഡ് റെസ്റ്റ് കംപ്ലീറ്റായിട്ട് ബെഡ് റെസ്റ്റിന് വലിയ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ല. പ്രൊജസ്റ്റൻസിൻ്റെ റോളും ഒരു പരിധിവരെ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ഫ്രൈഡേ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.